അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചതിന്റെ കൂടെ തന്നെ അവർ കാണിച്ചൊരു കാര്യമുണ്ടായിരുന്നു. ഓരോ വീക്കിലും ഓരോ കണ്ടസ്റ്റൻസിന് കിട്ടിയ വോട്ടുകൾ ആരൊക്കെ എങ്ങനെ പുറത്തായി, എത്ര ശതമാനം കിട്ടിയത് കൊണ്ടാണ് പുറത്തായതെന്നൊക്കെ അവർ വ്യക്തമായിട്ട് ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു ഡിസ്കഷൻ നമുക്ക് നടത്തി നോക്കാം. എല്ലാവർക്കും എത്രയൊക്കെ കിട്ടിയെന്നും നമുക്ക് ആ ടോപ്പ് 3 വന്നത്, അതായത് മെയിനായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പ് 3 വന്ന ജാസ്മിൻ്റെയും ജിൻഡോയുടെയും അർജുൻ്റെയും കാര്യങ്ങളാണ് മറ്റുള്ളവരുമായിട്ടും ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ വീക്കിൽ തന്നെ നോക്കുകയാണ് എങ്കിൽ ജിൻഡോയ്ക്ക് വളരെ കുറഞ്ഞ വോട്ടാണ് ഉണ്ടായിരുന്നത്. 10.35% വോട്ടാണ് ജിൻഡോയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അന്ന് ആ ഒരു വീക്കിൽ, ആ ഫസ്റ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഉണ്ടായിരുന്നത് 32% സിജോ ആയിരുന്നു. സിജോയുടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ കണ്ട ആളുകൾ വോട്ട് കൊടുത്തതാണ്. 32% ആയിരുന്നു. പക്ഷേ ആ 32% നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നെങ്കിൽ സിജോയ്ക്ക് ടോപ്പ് 5 ഉറപ്പായിട്ടും വരാൻ പറ്റുമായിരുന്നു. പെങ്ങളുകുട്ടി നന്ദൂട്ടി കോംബോയിലോട്ടൊന്നും പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സിജോ നല്ല രീതിയിൽ വന്നേനെ. ആ നന്ദൂട്ടി കോംബോയിലോട്ട് പോയതിൻ്റെ പരിണിത ഫലമായിട്ട് 8 തലയെ പൊട്ടി വീട്ടിയിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീക്കിൽ എവിക്റ്റ് ആയിട്ടുള്ളത് 6.9% വോട്ടുകളോടുകൂടി രതീഷായിരുന്നു. നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആയിരുന്നു ആ ഒരു വീക്കിൽ, ഫസ്റ്റ് വീക്കിൽ ആ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് വീക്കിലേക്ക് കിടക്കാം. സെക്കൻഡ് വീക്കിൽ നമ്മുടെ ജിൻഡപ്പൻ കുറച്ച് ആ 10 സംതിങ്ങിൽ നിന്ന് ചെറുതായിട്ട് ഗ്രാജുവലി പതിയെയാണ് പുള്ളി ഉയർന്നു വന്നത്. ആ ജിൻഡോ പതിയെ ഉയർന്നു വന്ന 13 സംതിങ്ങിലോട്ട് വന്നു. പുള്ളി ടോപ്പ് 3 വന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ ജിൻഡോയുടെ പേര് പറയുന്നത്. ജിൻഡോയുടെ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടൊന്നല്ല ഞാൻ പറയുന്നത്. അപ്പം ജിൻഡോ വളരെ ചെറുതായിട്ടൊന്ന് ഉയർന്നു 13 എത്തി. പക്ഷേ സെക്കൻഡ് വീക്കിൽ സിജോ 32 നിന്ന് നേരെ താഴോട്ട് വന്ന് 22 വന്നു. ആ വീക്കിൽ, സെക്കൻഡ് വീക്കിൽ ഏറ്റവും ഉയർന്നു നിന്നിരുന്നത് ഋഷിയാണ്. 37.06% ഋഷിയുടെ വോട്ട്. ആ വീക്കിൽ പുറത്തായ നിഷാനയും സുരേഷും, നിഷാനയുടെയൊക്കെ വോട്ടെന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. 1.7% ഒക്കെ ആയിരുന്നു. അങ്ങനെയായിരുന്നു സെക്കൻഡ് വീക്ക് മുമ്പോട്ട് പോയത്. ഇനി തേർഡ് വീക്കിലോട്ട് കിടക്കുകയാണെങ്കിൽ ഈ നോമിനേഷനിൽ ജിൻഡോ ഇല്ല. അപ്പം നമുക്ക് ജിൻഡോയെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അർജുനും, നമ്മുടെ ടോപ്പ് 3 വന്നിട്ടുള്ള ഗ്രാൻഡ് ഫിനാലിൽ ടോപ്പ് 3 വന്നിട്ടുള്ള അർജുനും ജാസ്മിനുമാണ് ഉള്ളത്. അവിടെ നോക്കിയേ, ആ അർജുൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് കണ്ടോ, ഏകദേശം 63% വോട്ടാണ് അർജുന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്ന ജാസ്മിനാണ്. 11.57%. ആ വീക്കിൽ എവിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, ആരും പുറത്തു പോയിട്ടില്ല. ഈ അർജുൻ്റെ ഫാൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുൻ എവിക്ഷനിൽ ഇല്ല എങ്കിൽ അർജുൻ്റെ കൂടെ നിൽക്കുന്ന ശ്രീധുവിന് അർജുൻ്റെ വോട്ടും കൂടി കൊടുക്കുന്ന ഒരു രീതിയാണ്. നമുക്ക് തുടർന്നുള്ള ആ ഗ്രാഫിൽ നമുക്ക് മനസ്സിലാവും. അർജുൻ എവിക്ഷൻ ഇല്ലാത്തപ്പോൾ അർജുൻ്റെ കൂടെ നിൽക്കുന്ന ശ്രീധുവിനാണ് അവർ ആ വോട്ടുകൾ ചെയ്തിട്ടുള്ളത്, അർജുൻ്റെ ആ ഫാൻസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ആ മുമ്പോട്ട് പോകുന്ന ഗ്രാഫുകളിൽ മനസ്സിലാവും. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ആ മൂന്നാമത്തെ വീക്കിൽ ഏറ്റവും ടോപ്പിൽ, അതായത് നല്ല രീതിയിൽ 63% വോട്ട് മേടിച്ച് ഏറ്റവും ഉയരങ്ങളിൽ നിന്നിരുന്നത് അർജുൻ തന്നെയാണ്. ഇന്നലെ സെക്കൻഡായിട്ട് വന്നിട്ടുള്ള ജിൻഡോയ്ക്ക് തൊട്ട് താഴെ വന്നിട്ടുള്ള നമ്മുടെ അർജുൻ തന്നെയാണ്, നമ്മുടെ കോട്ടയംകാരനായിട്ടുള്ള അർജുൻ തന്നെയാണ് 63% മൂന്നാമത്തെ വീക്കിൽ നിന്നിട്ടുള്ളത്. അങ്ങനെ 4ാം ആഴ്ചയിൽ, ഇത് ഇവിടെയാണ് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അർജുനും ഇല്ല, നമ്മുടെ ജിൻഡോയും ഇല്ല. ടോപ്പ് 3 വന്ന അർജുനും ജിൻഡോയും ഇല്ല. ജാസ്മിനാണ് ഇവിടെ ഉള്ളത്. ജാസ്മിന് 11.27% വോട്ടുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ശ്രീധുവിന്റെ ശതമാനം നോക്കി 28.75%. അർജുൻ ഇല്ലാത്തത് കൊണ്ട് അർജുനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുഴുവൻ ശ്രീധുവിനാണ് ആ വോട്ട് കൊടുത്തത്. അവരുടെ ആ കോംബോ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം ആളുകൾ അങ്ങനെ ചെയ്തത്. ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം, അർജുന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഫാൻസാണ്. അർജുൻ ഇല്ല എങ്കിൽ ആർക്കാണ് അവർ വോട്ട് കൊടുക്കുന്നത്? നേരെ ശ്രീധുവിന് കൊടുക്കുന്നു. ശ്രീധുവിനോട് നിലനിർത്തണം എന്നുള്ളത് കൊണ്ട് ശ്രീധുവിന് കൊടുക്കുന്നു. ആ വീക്കിൽ 4ാമത്തെ ആഴ്ചയിൽ യമുനയാണ് പുറത്തായിട്ടുള്ളത്. 3.13%. തൊട്ട് പുറകെ നമ്മുടെ ഗബ്രി ഉണ്ടായിരുന്നു കേട്ടോ, 3.76%. 4ാമത്തെ ആഴ്ചയിൽ അടിച്ച് പുറത്ത് കളയേണ്ട ചേർക്കാനായിരുന്നു, പക്ഷേ എന്തൊക്കെയോ ഭാഗ്യങ്ങളോടെ പിടിച്ചു നിന്നു. അപ്പം 3.13% വോട്ടുകളോടുകൂടി 4ാമത്തെ ആഴ്ചയിൽ യമുനയാണ് പുറത്ത് പോയിട്ടുള്ളത്. ടോപ്പ് 3 ഉണ്ടായിരുന്ന ജാസ്മിൻ മാത്രമായിരുന്നു ആ നോമിനേഷനിൽ ഉണ്ടായിരുന്നുള്ളത്. ജാസ്മിന് 11.27% 4ാമത്തെ വീക്കിൽ വോട്ട് കിട്ടിയത്. അപ്പം ഇനി വീക്ക് 5ലോട്ട്, 5ാമത്തെ ആഴ്ചയിലോട്ട് വരികയാണെങ്കിൽ അതിൽ ജിൻഡോ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്നലെ കപ്പടിച്ച് നമ്മുടെ ജിൻഡോ ഉണ്ട്. ടോപ്പ് 3 ഉണ്ടായിരുന്ന ഇന്നലെ കപ്പടിച്ച ജിൻഡോ ഉണ്ട്. അപ്പോൾ ജിൻഡോയുടെ ശതമാനം എന്ന് പറഞ്ഞാൽ 18.54%. അതായത് 13 നിന്ന്, ഇതിന് മുമ്പത്തെ നോമിനേഷൻ നിന്ന് 13 നിന്ന് ഒറ്റ കയറ്റം കയറി വന്ന് 18ലോട്ടാണ് നിന്നത്. പക്ഷെ ടോപ്പിലുള്ളത് ശ്രീധു ആണ്. ശ്രീധു വരാനുള്ള കാരണം ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞതുപോലെ അർജുൻ്റെ ഫാൻസ്, അർജുൻ നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് അർജുൻ്റെ വോട്ട് മുഴുവൻ ശ്രീധുവിന് കൊടുത്തു.
കൂടുതൽ ശ്രീതു 26.25 ടോപ്പിൽ വന്നിരിക്കുന്നത് ശ്രീതുവാണ്. ശ്രീതുവിന് അർജുൻ്റെ ഫാൻസിന്റെ വോട്ട് കിട്ടിയല്ല. പിന്നെ ഈ ക്യൂട്ട്നെസ് മുഴുവൻ ഇങ്ങനെ വാരി വിതറി ഒരു പണിയും ചെയ്യാതെ ഒരു കണ്ടന്റും കൊടുക്കുക അവിടെ നടക്കുന്ന ആർക്ക് എവിടെ നിന്ന് വോട്ട് കിട്ടാനാണ് ഈ പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് വരുന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഒരു നിശ്ചിത ശതമാനം മാത്രം വരുന്നതല്ലാണ്ട് ഈ ബാക്കി വോട്ടൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അർജുൻ്റെ ഫാൻസിന്റെ, അർജുനെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വോട്ട് കിട്ടിയത് കൊണ്ട് ശ്രീതു ഇത്രയും നാൾ അവിടെ പിടിച്ചു നിന്നെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കി 5ാമത്തെ വീക്കിൽ ജാൻമണിയുടെ വോട്ട് നോക്കി 1.32 1.32% വോട്ടൊക്കെയാണ്. ഇതിനൊക്കെ അന്നേ പറഞ്ഞു വിടേണ്ടതായിരുന്നു. അന്നെന്തോ നാടകമൊക്കെ നടത്തിയായിരുന്നു, പറഞ്ഞു വിടുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു വിടാതെ തിരിച്ചു കൊണ്ടുവന്നായിരുന്നു. അന്നേ പറഞ്ഞു വിടേണ്ട സാധനങ്ങളൊക്കെ ആയിരുന്നു ഇത്. അപ്പം ജിൻഡോ ഉണ്ടായിരുന്നു. ജിൻഡോയുടെ വോട്ടിംഗ് ശതമാനം നമ്മൾ പറഞ്ഞ പോലെ 13 നിന്ന് നേരെ 18 ഉയർന്നു വന്നത്. ഇനി നമുക്ക് വീക്ക് 6 നോക്കാം. വീക്ക് 6 നോക്കൂ, പുറത്തായിരിക്കുന്നത് ജാൻമണിയാണ്. ജാൻമണി അതിന്റെ തൊട്ട് മുമ്പുള്ള ആഴ്ചയിൽ പുറത്താവേണ്ടതായിരുന്നു. 1 പോയിന്റ് സംതിങ് ആയിരുന്നു. ഇവിടെയും ആ 1 പോയിന്റ് സംതിങ്ങിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ജിൻഡോ ആണ് ഇതിൽ ആ ടോപ്പ് 3 ഉണ്ടായിരുന്നതിൽ ജിൻഡോ ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ജിൻഡോയുടെ 18 നിന്ന് ജസ്റ്റ് ഒരു കൂട്ടി, എന്തായാലും താന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് കൂടിയിട്ട് 19 സംതിങ്ങിലോട്ട് 19.5% വന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, അർജുൻ ഇല്ലാത്തത് കൊണ്ട് ശ്രീതുവിന്റെ വോട്ടിംഗ് ശതമാനം നോക്കൂ, ടോപ്പിൽ നിൽക്കുന്ന ശ്രീതു തന്നെയാണ്. 24.91% ശ്രീതു. അതിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ അഭിഷേക് ഉണ്ട്. അഭിഷേകിന്റെ കാര്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പം എന്തായാലും ജിൻഡോ കുറച്ചും കൂടി ഉയർന്നു. 18 നിന്ന് നേരെ 19 വന്നു. ആ വീക്കിൽ, അതായത് 6ാമത്തെ ആഴ്ച ജാൻമണിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. 1 പോയിന്റ് സംതിങ് ആയിരുന്നു വോട്ടിട്ടായിരുന്നത്. സോ അതുകൊണ്ട് ജാൻമണിനെ ആ ആഴ്ച പറഞ്ഞു വിട്ടിട്ടുണ്ട്. ശ്രീതുവിന് അർജുന്റെ വോട്ട് കൂടി കിട്ടിയത് കാരണം വീണ്ടും ക്യൂട്ട്നെസ് വാരി വിതറി ശ്രീതു അവിടെ നിൽക്കുന്നു. ഇനി നമുക്ക് 7ാമത്തെ ആഴ്ച ഉണ്ട്. വീക്ക് 7 7ാമത്തെ ആഴ്ചയിൽ നമ്മുടെ ടോപ്പ് 3 വന്ന 3 പേരുമുണ്ട് കേട്ടോ. ജിൻഡോ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, അർജുനും ഉണ്ട്. ഇവർ 3 പേരുമുണ്ട്. അർജുനാണ് ഏറ്റവും കൂടുതലുള്ളത്, 29.74%. അതിന് തൊട്ട് താഴെയായിട്ട് ജിൻഡോ ഉണ്ട്. ജിൻഡോയ്ക്ക് 22.63%. അതിന് തൊട്ട് താഴെയായിട്ട് ജാസ്മിൻ ഉണ്ട്, 15.03%. ജാസ്മിനും ഉണ്ട്. ആ ആഴ്ച പുറത്തായിട്ടുള്ളത് അഭിഷേക് ജയദീപാണ്. അതായത് 1.47% വോട്ടുകളോടുകൂടി അഭിഷേകാണ് പുറത്തായിട്ടുള്ളത്. റസ്മിനൊക്കെ നോക്കിയേ വെറും 2%, 0.5% ഒക്കെ പേരിൽ കടിച്ചു കിടന്ന. ഇതിനൊക്കെ ആദ്യമേ പറഞ്ഞു വിടേണ്ടതായിരുന്നു. അങ്ങനെ ആ ആഴ്ച പുറത്തായിട്ടുള്ളത് അഭിഷേക് ജയദീപാണ്. നമ്മുടെ ടോപ്പ് 3 ഉണ്ടായിരുന്ന 3 പേരും അവിടെ ഉണ്ട്. അവർ ആ 3 പേരും അവരുടേതായ ആ ഒരു ഇത് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 29, 22, 15 എന്നുള്ള ആ ഒരു ഗ്രാഫ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കടക്കാൻ പോകുന്നത് വീക്ക് 8 അങ്ങനെ വീക്ക് 8 8ാമത്തെ ആഴ്ചയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അങ്ങനെ 8ാമത്തെ ആഴ്ചയിൽ 3.06% വോട്ടുകൾ മേടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയത് നമ്മുടെ ഗബ്രിയാണ്. ഈ ജബ്രി കോംബോയുടെ പീക്ക് ലെവൽ അങ്ങേറ്റം നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു എവിക്ഷൻ വരുന്നതും അതിലൂടെ ഗബ്രീനെ പുറത്തേക്ക് കളയുന്നതും. ടോപ്പിൽ നിൽക്കുന്നത് ആ ആഴ്ച 8ാമത്തെ ആഴ്ച ടോപ്പിൽ നിൽക്കുന്നത് ജിൻഡോ ആണ്. ജിൻഡോ പതിയെ മുകളിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 23.94% കൂടി മുകളിൽ നിൽക്കുന്നു. തൊട്ട് താഴെയായിട്ട് അർജുൻ നിൽക്കുന്നുണ്ട്, 22.48%. അതിന്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നത് ജാസ്മിൻ ആണ്. ജാസ്മിന്റെ വോട്ടിംഗ് എന്ന് പറയുന്നത് 10.86%. 3.06% വോട്ട് മേടിച്ചുകൊണ്ട് അവിടുന്ന് പടിയിറങ്ങുകയാണ് നമ്മുടെ ഗബ്രിയുടെ ഗെയിമൊക്കെ നല്ലതായിരുന്നു. പക്ഷെ ആ ഒരു കോംബോ വന്നതോടുകൂടി ഗബ്രി എല്ലാവരും വെറുത്തുപോയി. ഗബ്രിയുടെ ഗെയിമൊക്കെ എനിക്ക് ഇഷ്ടം തന്നെയായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ ഗെയിമിൽ ഡെഡിക്കേറ്റ് ആയിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കോംബോയിൽ ചെറുക്കാൻ പെട്ടുപോയതാണ്. ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് വീക്ക് 9 9ാമത്തെ ആഴ്ചയിൽ നമുക്ക് നോക്കാം. അങ്ങനെ 2 എവിക്ഷൻ നടന്ന 9ാമത്തെ ആഴ്ചയിൽ എവിക്റ്റഡ് ആയിട്ടുള്ളത് 1.9% ശരണ്യയും 1.48% ശ്രീരേഖയുമാണ് പുറത്തായിട്ടുള്ളത്. നമ്മൾ ടോപ്പ് 3 വന്ന ജിൻഡോ മാത്രമാണ് അതിലുള്ളത്. ജാസ്മിനും അർജുനും ഇല്ല. അപ്പം ടോപ്പ് 3 വന്ന ജിൻഡോ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ജിൻഡോയുടെ വോട്ടിംഗ് പെർസെന്റേജ് നോക്കി 40.03%. അർജുൻ ഇല്ലാത്തത് കൊണ്ട് ശ്രീധുവിന്റെ വോട്ടിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് 30%-ഓളമാണ്. 29.35% ശ്രീധുവിന് വിട്ടിരിക്കുന്നത്. അവിടെ അർജുൻ ഇല്ലാത്തതുകൊണ്ട് അർജുന്റെ ഫാൻസ് എല്ലാവരും കൂടി വന്ന് ശ്രീധുവിന് കുത്തി. അങ്ങനെ ശ്രീധു 30%-ഓളം വോട്ടോടുകൂടി മുമ്പിൽ നിൽക്കുന്നു. പിന്നെ ഈ ശ്രീരേഖയും ശരണ്യ എന്നൊക്കെ പറയുന്നത് അവിടെ ആ പവർ റൂം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ശ്രീരേഖയൊക്കെ പിടിച്ചത്. അല്ലെങ്കിൽ അതിന് മുമ്പേ വീട്ടിൽ പോകുന്ന ടീംസൊക്കെയാണ് ഈ, അല്ലെങ്കിൽ എന്താ പറയുക, വെറും തുച്ഛമായ ശതമാനം വോട്ട് മേടിച്ചുകൊണ്ട് 0.5% വരെ വോട്ട് മേടിച്ചുകൊണ്ട് എന്നേ വീട്ടിൽ പോകുന്ന ടീംസൊക്കെ ശ്രീരേഖ എന്നൊക്കെ പറയാം. ശ്രീരേഖ കൊടുത്ത് എന്താ കുറച്ച് അഭിനയപരമായിട്ടുള്ള എന്തൊക്കെയോ 2-3 ഇച്ചിരി നമുക്ക് ഇഷ്ടപ്പെടുന്ന 2-3 കണ്ടന്റ് കൊടുത്തതല്ലാണ്ട് വെറുപ്പിയിലായിരുന്നു, ഫുള്ള് വെറുപ്പിയിലായിരുന്നു. ശ്രീരേഖ പണ്ടേ പോകുന്ന ടീംസ് ആയിരുന്നു. അങ്ങനെ 10ാം ആഴ്ചയിലേക്ക്
ഫൈനലിലേക്ക് എത്തുമ്പോൾ അന്ന് പുറത്തായിട്ടുള്ളത് 1.03% വോട്ടുകളോടുകൂടി റസ്മിനാണ് പുറത്തായിട്ടുള്ളത്. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പേഴ്സണലി എനിക്ക് അവിടെ ഇഷ്ടമല്ലായിരുന്ന ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് റസ്മിനാണ്. സോ റസ്മിനാണ് അന്ന് പുറത്തായിട്ടുള്ളത് 10ാമത്തെ ആഴ്ചയിൽ. എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായമായിരിക്കും. എൻ്റെ അഭിപ്രായം ഞാൻ ഈ സൈഡിലൂടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പം അന്ന് പുറത്തായിട്ടുള്ളത് റസ്മിനാണ് 1.03%. ഇതും ആ പവർ റൂം ഉള്ളത് കൊണ്ട് അവിടെ പിടിച്ചു തൂങ്ങി കിടന്നതാണ്. പിന്നെ ടോപ്പ് 3 നമ്മുടെ ഇന്നലത്തെ ടോപ്പ് 3 വന്നിട്ടുള്ള 3 പേരുമുണ്ട്. ജാസ്മിൻ ഉണ്ട്, ജിൻഡോ ഉണ്ട്, അർജുൻ ഉണ്ട്. അവിടെയും ജിൻഡോയാണ് ഏറ്റവും കൂടുതൽ വോട്ടുകളോട് നിൽക്കുന്നത് 25.86% കൂടി. 10ാമത്തെ ആഴ്ചയിലും നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ്. താഴെയായിട്ടുള്ളത് ജാസ്മിനാണ്. ജാസ്മിൻ്റെ കുറച്ച് ആ ഒരു ഗബ്രി ബോയൻ്റെ കഥകളൊക്കെ കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു ആളുകൾ കുറച്ച് വോട്ട് ജാസ്മിന് കൊടുത്തത് കൊണ്ട് 18.83% കൂടി തൊട്ട് താഴെ നിൽക്കുന്നത് ജാസ്മിനാണ്. സെക്കൻഡ് ജാസ്മിനാണ് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ചെറിയ വ്യത്യാസത്തോടു കൂടി നിൽക്കുന്നത് അർജുനാണ്. 18.24%. അപ്പോൾ അവിടെ ശ്രീധുവിൻ്റെ വോട്ട് നോക്കി വളരെ കുറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കൂടി ശ്രീധുവിനും അർജുനും കൂടി വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അർജുൻ്റെ ഫാൻസ് അർജുന് തന്നെ വോട്ട് ചെയ്തതുകൊണ്ട് ശ്രീധുവിൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ താഴ്ന്നു നിൽക്കുകയാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അതായത് അർജുന്റെ ഫാൻസ് എന്ന് പറയുന്നത് അർജുന് കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നേരെ ശ്രീധുവിന് കൊടുക്കും. ശ്രീധുവും അർജുനും കൂടി വരുവാണെങ്കിൽ അർജുന് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നമുക്ക് 11ാമത്തെ ആഴ്ചയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ 11ാമത്തെ ആഴ്ചയിലോട്ട് കിടക്കുമ്പോൾ 2 ഞെട്ടിക്കുന്ന എവിക്ഷൻസ് ആണ് അവിടെ നടന്നത്. അപ്സരയും അൻസിബയും. അൻസിബയ്ക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 5.53%. അപ്സരയ്ക്ക് കിട്ടിയത് 3.74%. നമ്മുടെ ടോപ്പ് 3 3 പേരും അവിടെ ഉണ്ട്. അർജുനുണ്ട്, ജിൻഡോ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്. ജിൻഡോയ്ക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ വോട്ട് ജിൻഡോയ്ക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 25.87% ജിൻഡോ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നത് ജാസ്മിനാണ് 18.91%. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നത് അർജുൻ തന്നെയാണ് 18.01%. അവിടുത്തെ ശ്രീധുവിൻ്റെ വോട്ട് നോക്കിയാൽ ശ്രീധു എങ്ങാനും വെളിയിൽ പോയാലെന്ന് ഓർത്തിട്ട് ആളുകൾ പേടിച്ച് വന്നിട്ട് ശ്രീധുവിന് കുറച്ച് വോട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത ആൾ പോവുകയായിരുന്നെങ്കിൽ ഋഷി ആയിരുന്നു പോകേണ്ടത്. പക്ഷേ 2 പേരെയാണ് അന്ന് കളഞ്ഞത്. ഋഷിക്ക് ഉണ്ടായിരുന്ന ശതമാനം എന്ന് പറയുന്നത് 5.73%. ഋഷിനെയൊക്കെ കളയേണ്ടത് തന്നെ ആയിരുന്നു. ഋഷിയൊക്കെ ഒരുപാട് PR കൊടുത്തിട്ടുണ്ട്. ആ PRന്റെ പേരിലൊക്കെ തന്നെ പിടിച്ചതെന്ന് തന്നെ പറയാൻ പറ്റും. ഋഷി എൻ്റെ കണ്ടതാണ് എടുത്ത് കൊടുത്തത്. ചുമ്മാ എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പോയി എൻ്റെ അഭിനയത്തെ പറഞ്ഞാൽ മാറ്റതാ പറഞ്ഞു. ആവശ്യമില്ലാത്ത വെറുതെ ആവശ്യമില്ലാത്ത കുറേ വഴക്കലുണ്ടാക്കി എന്നുള്ള ഋഷിയൊക്കെ അവിടെ പിടിച്ചിരുന്നത് വെറുതെ ഭാഗ്യത്തിൻ്റെ പേര് മാത്രവും PRന്റെ പേരിൽ മാത്രവും പിടിച്ചിരുന്നതാണ്. അതുപോലെ തന്നെയായിരുന്നു ശ്രീധു. അപ്പോൾ ശ്രീധുവിൻ്റെ വോട്ട് എന്ന് പറയുന്നത് 8.83%. 11ാമത്തെ വീക്കിലും ഏറ്റവും കൂടുതൽ വോട്ടുകളോടെ മുമ്പിൽ ജിൻഡോ തന്നെയാണ്. 2 പേരാണ് പോയത്, അപ്സരയും അൻസിബയും. ഇനി നമുക്ക് നോക്കാനുള്ളത് 12ാമത്തെ. അങ്ങനെ വീക്ക് 12 12ാമത്തെ ആഴ്ചയിൽ പുറത്തായിരിക്കുന്നത് പെങ്ങളുകുട്ടിയാണ്. നന്ദൂട്ടി പുറത്തു പോയി. നന്ദൂട്ടിയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 3.6%. അതിന്റെ തൊട്ട് മുകളിൽ നിൽക്കുന്നത് നോറയായിരുന്നു. നന്ദൂട്ടി ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നോറനെ അടിച്ച് ദൂരെ കളഞ്ഞേനെ. അപ്പോൾ ടോപ്പ് 3 ജാസ്മിൻ മാത്രമാണ് ഈ നോമിനേഷനിൽ വന്നിരിക്കുന്നത്. ജാസ്മിന് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 24.56%. അർജുൻ ഇല്ലാത്തത് കൊണ്ട് ശ്രീധുവിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 20.97%. അർജുന്റെ പിള്ളേർ വന്നിട്ട് ശ്രീധുവിന് വോട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ പക്ഷേ ആ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് മേടിച്ച് മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ അഭിഷേക് എസ് തന്നെയാണ്. 27.94% അഭിഷേക് എസ് ആ ആഴ്ചയിൽ മേടിച്ചിട്ടുള്ളത്. 12ാമത്തെ ആഴ്ചയിൽ വോട്ട് മേടിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും 12ാമത്തെ ആഴ്ചയിൽ നന്ദൂട്ടി പെങ്ങളുട്ടി വീട്ടിൽ പോയിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 13ാമത്തെ ആഴ്ചയിലോട്ടാണ്. അങ്ങനെ നിർണായകമായ 13ാമത്തെ ആഴ്ചയിൽ പുറത്തായിട്ടുള്ളത് നോറയും സിജോയുമാണ്. നോറയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 4.82%. സിജോയ്ക്ക് കിട്ടിയിട്ടുള്ളത് 5.51%. പെങ്ങളുട്ടി ഫാൻസ് ആരും സിജോയ്ക്ക് വോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. കണ്ണൻചാട്ടം ഫാൻസ് വോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് സിജോയും നോറയുമാണ് പുറത്ത് പോയിട്ടുള്ളത്. ആ ടോപ്പ് 3 നമ്മുടെ ടോപ്പ് 3 3 പേരും എവിക്ഷനിൽ ഉണ്ടായിരുന്നു. അർജുൻ, ജിൻഡോ, ജാസ്മിൻ. ജാസ്മിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് അതിന് മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയ ആളെ നോക്കാം. ജിൻഡോയുടെ വോട്ട് എന്ന് പറയുന്നത് 32.53%. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ജിൻഡോയ്ക്കാണ്. ജിൻഡോ ആ ഉയർന്നു വരാൻ തുടങ്ങിയത് പിന്നെ താഴത്തോട്ട് പോയില്ല കേട്ടോ. ആ ഉയർന്ന് മുകളിലോട്ട് തന്നെയാണ് വന്നത്. അതിനുശേഷം തൊട്ട് താഴെ നിൽക്കുന്നത് 20.67% വോട്ടുകളോടുകൂടി അർജുനാണ്. ചെറിയൊരു വ്യത്യാസത്തിൽ മാത്രം വേറിട്ട് നിൽക്കുന്നത് ജാസ്മിനാണ്. 20.03%. ജാസ്മിനും കട്ടക്ക് പിടിച്ചിട്ടുണ്ട്. 2 പേരെ ആ 13ാമത്തെ ആഴ്ചയിൽ എവിക്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ലാസ്റ്റ് എവിക്ഷൻ ആയിരുന്നു. നമ്മുടെ പെങ്ങളുകുട്ടി കോംബോയൊക്കെ കളിച്ചത് കൊണ്ട് സിജോനെ അടിച്ച് ദൂരെ കളഞ്ഞിട്ടുണ്ട്. 5.51%. പിന്നെ നോറ മോൺസ്റ്ററായിട്ട് നിന്നിട്ടുള്ള നോറ 4.82% കൂടി 13ാമത്തെ ആഴ്ചയിൽ ലാസ്റ്റ് എവിക്ഷനിൽ പോയിരിക്കുകയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വിന്നിങ്, അതായത് അവസാനത്തെ ആഴ്ചയിൽ കിട്ടിയിരിക്കുന്ന അർജുൻ്റെയും ജിൻഡോയുടെയും വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. അങ്ങനെ ഗ്രാൻഡ് ഫിനാലയിലെ വോട്ടിങ്ങിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ആ വോട്ടിംഗ് ശതമാനങ്ങൾ കാണിക്കുമ്പോൾ
ഏറ്റവും കൂടുതൽ വോട്ടുകളോടെ ഇന്നലെ കപ്പടിച്ചത് നമ്മുടെ ജിൻഡോയാണ്. 39.3% വോട്ടുകളാണ് ജിൻഡോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അർജുന് കിട്ടിയിട്ടുള്ളത് 29.2% വോട്ടുകളാണ്. തൊട്ട് താഴെ നിൽക്കുന്ന അർജുനാണ്. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും ഇന്നലെ തെരഞ്ഞെടുത്തു. കപ്പടിച്ചിരിക്കുന്നത് ജിൻഡോയാണ് 39.3%. അപ്പം എല്ലാ ആഴ്ചയിലെയും വോട്ടിംഗ് പെർസെൻറ്റേജ് ഇന്നലെ അവർ വെളിയിൽ വിട്ടിട്ടുണ്ട്. കുറേ ആളുകൾ പറയുന്നത് എഡിറ്ററാണ്, അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ എത്രയാണെന്ന് നമുക്കറിയില്ല. ഇവർ വിടുന്ന എന്താണോ അതേ നമുക്കറിയാവുള്ളൂ. അവരെന്ത് വെളിയിൽ വിടുന്നു അത് നമ്മൾ കാണുന്നു, അതിനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അപ്പം അവർ വിട്ട ആ വോട്ടിംഗ് ശതമാനത്തിലൂടെ നമ്മൾ വിലയിരുത്തിയപ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടാണ് പോയിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കാം. ഇതാണ് ഇവർക്ക് എങ്ങനെയാണ് ആളുകൾ പുറത്തായതെന്നും ഇവർക്ക് എന്തുമാത്രം വോട്ട് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ ബിഗ് ബോസ് ടീം ഇന്നലെ വെളിയിൽ വിട്ട കണക്കുകളാണ്. ഇത് വിശ്വസിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൺഗ്രാജുലേഷൻസ് ജിൻഡോയ്ക്ക് കപ്പടിച്ചിരിക്കുകയാണ്. 50 ലക്ഷം രൂപയും ഒരു കപ്പും കിട്ടിയിരിക്കുകയാണ്. അർജുന് ഒരു സിനിമയിലൊക്കെ അവസരം കിട്ടിയെന്നൊക്കെ അറിയുന്നു. എന്തായാലും നല്ല കാര്യം. അർജുൻ നമ്മുടെ സ്വന്തം നാട്ടുകാരാണ്. ഞാൻ പഠിച്ച കടുത്തുരുത്തിയിലാണ് അർജുൻ്റെ വീട് എന്നൊക്കെ അറിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ബൈ. ഇതാണ് നമ്മുടെ ചെറിയൊരു അവലോകനം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ട്, ചാനലിൽ വളരെ സബ്സ്ക്രിപ്ഷൻ കുറവാണ്, നമുക്ക് മുമ്പോട്ടൊക്കെ പോകണ്ടേ, അതുകൊണ്ട് ചെറിയൊരു അവലോകനം നടത്തിയാണ്. ഓക്കെ ബൈ.